നിർമ്മാണ രംഗത്തെ ഏറ്റവും റേസിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് വിവിധ രീതിയിലുള്ള ജോയിന്റ് വെഞ്ചർ പാർട്ണർഷിപ്പുകളാണ്. പണ്ട് നമ്മൾ ജോയിന്റ് വെഞ്ചർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ചെയ്യുന്നു, അതിനകത്ത് ഇത്ര ഫ്ലാറ്റ്സ് ലാൻഡ് ലോൺ കൊടുക്കുന്നു, ഇത്ര ഫ്ലാറ്റ്സ് ബിൽഡർ എടുക്കുന്നു, അങ്ങനെ ഒരു രീതിയായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ മാറ്റം ഒരുപാട് വന്നുകയും പല കാരണങ്ങൾ കൊണ്ടും ഈ ജോയിന്റ് വെഞ്ചേഴ്സ് ഫ്രെയിം ചെയ്യുന്നതിലെ ഒരു നൂതനത്വം ഇന്നത്തെ നിയമങ്ങൾ പ്രകാരം ആവശ്യമാണ്. ടാക്സേഷൻ പാർട്ടിനകത്താണെങ്കിലും ലിക്വിഡിറ്റി പാർട്ടിനകത്താണെങ്കിലും പല പാർട്ട്നേഴ്സിന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഭാഗത്തായാലും വളരെ ഇന്നോവേഷൻസ് ജോയിന്റ് വെഞ്ചറിൽ വരേണ്ട സമയമായിട്ടുണ്ട്. അത്തരം ചില ഇന്നോവേഷൻസ് നടത്തുന്ന ശ്രമത്തിലാണ് പോസിറ്റീവ് ഹോംസ്. കാരണം ഞങ്ങളൊരു സമയത്ത് ചെയ്ത ജോയിന്റ് വെഞ്ചർ ഇപ്പോൾ എല്ലാവരും ചെയ്തു തുടങ്ങി. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നു, ഒരു 18% കൺസ്ട്രക്ഷൻ ഏരിയ കൊടുക്കാമെന്ന് പറയുമ്പോൾ പിറ്റൂസ് ലെവൽ 19% 20% കൊടുക്കാനായിട്ട് ഒരുപാട് പേര് മാർക്കറ്റിലുണ്ട്. ഞാൻ കുറ്റപ്പെടുന്നതല്ല, ചിലപ്പോൾ പക്ഷേ അവർക്ക് വയബിൾ ആയിരിക്കും, നമുക്ക് വയബിൾ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവർ കൂട്ടി പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജോയിന്റ് വെഞ്ചർ എന്നെല്ലാം പറയുന്നത് ഒരു മാരേജ് ഫിക്സിംഗ് പോലെയാണ്. ലാൻഡ് ലോഡും ബിൽഡറും കൂടെ ചേർന്നിട്ട് അവർ ഒന്നിച്ചൊരു യാത്ര ആരംഭിക്കുകയാണ്, ഒരു 4-5 വർഷത്തേക്കുള്ള ഒരു യാത്ര. അതിന്റെ ഒരു പ്രിപ്പറേറ്ററി കാലഘട്ടമുണ്ട്, മാരേജിനെ പോലെ ഒരു മധുവിധ കാലഘട്ടമുണ്ട്, പിന്നെ അതിന്റെ പെയിൻസും പ്രോബ്ലംസും ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമുണ്ട്, അതിന്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും ബാക്കിയെല്ലാം കൊടുത്ത് ആ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 4-5 വർഷത്തേക്കുള്ളൊരു ഒന്നിച്ചുള്ള യാത്രയാണ് ഒരു ലാൻഡ് ലോഡും ബിൽഡറും ചേർന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കൽ ഡാറ്റ വെരിഫൈ ചെയ്യാന്നുള്ളത്. ഒരു ലാൻഡ് ലോഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് മറ്റ് ആൾക്കാരുമായിട്ട് ഈ ബിൽഡർ ചേർന്ന ജോയിന്റ് വെഞ്ചറിലെ ഔട്ട്കം എന്തായിരുന്നു, അവരായിട്ട് ഡീലിംഗ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പരിഗണിക്കാതെ നമ്മൾ ഈ അബ്സല്യൂട്ട് ഫിഗേഴ്സ് നോക്കിയിട്ട് ജോയിന്റ് വെഞ്ചർ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ പണ്ട് വല്ലതും പറയില്ലേ, സ്ത്രീധനം നോക്കി കല്യാണം നടത്തിയെന്ന്, അതുപോലെ ആയിപ്പോകും.